ഹലോ, നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു പരീക്ഷണമാണ്. നമ്മൾ റംബൂട്ടാൻ വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കാൻ പോവാം. എന്താവുന്നൊന്നും അറിയില്ല, ചിലപ്പോൾ ചീറ്റിപ്പോവും, എനിക്കറിയില്ല. നമുക്ക് ചുമ്മാ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഞാൻ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ, റംബൂട്ടാൻ വെച്ചിട്ടുള്ള ഞാൻ നോക്കിയില്ല. എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം, എന്താവുമെന്ന് അറിയില്ല. പിച്ചീറ്റി പോവുകയാണെങ്കിൽ സാരമില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇത് അധികം പഴുക്കാനൊന്നും നിന്നില്ല, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണേ. കാരണം അണ്ണാനും വവ്വാലൊക്കെ കൊണ്ടുപോകണമായിരുന്നു. നമ്മൾ അധികം പഴുക്കാനൊന്നും വെച്ചില്ല. അവന്മാർക്കൊക്കെ കുറേ കൊടുത്തു, അവന്മാരൊക്കെ കുറേ കഴിച്ചതാ, പിന്നെ ബാക്കി നമ്മളും കഴിക്കണമല്ലോ. അപ്പോൾ അത് നമ്മുടെ റംബൂട്ടാൻ തൊലി പൊളിച്ച് കളഞ്ഞ് അതിൻ്റെ ആ ഉള്ളിൽ അതെടുത്ത് നമ്മൾ അതിന് ദശ ഇങ്ങനെ ചെത്തി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ കത്തി നമ്മളന്ന് ഞാൻ വീഡിയോ ചെയ്തായിരുന്നു, കോമ്പോസിറ്റ്. അതിനകത്തെ കത്തികളൊക്കെ അടിപൊളിയാണ്. കട്ടിംഗ് ബോർഡില്ലേ, അതും അടിപൊളിയായിരുന്നു. പിന്നെ കത്രിക കളിപ്പായി പോയി, കത്രിക ഒട്ടും കൊള്ളില്ലായിരുന്നു. സാരമില്ല. അപ്പം നമുക്ക് ഓരോന്ന് ഇതിനകത്തോട്ട് പറക്കിയിടാം കേട്ടോ. എന്നിട്ട് പിന്നെ അപ്പൂസ് എനിക്ക് അവിടെ നിന്ന് നല്ലതൊക്കെ നോക്കി ഇങ്ങനെ ഓരോന്നൊക്കെ പറക്കിയെടുത്ത് തരണ്ടായിരുന്നു. അപ്പം നമ്മൾ ഭയങ്കര പാടാട്ടോ ഇതിങ്ങനെ ഒരുപാട് ഇങ്ങനെ ചെത്തി എടുക്കണ്ടേ, കുറച്ച് ക്വാണ്ടിറ്റി വേണമല്ലോ. അപ്പം കത്തി വെച്ച് ഇങ്ങനെ ചെത്തി എടുത്ത് ഞാനൊരു പരുവായി. അപ്പം ഇരുന്നാന്നറിയാവോ. എന്നാലും സാരമില്ല, പായസം ഉണ്ടാക്കാനല്ലേ എന്നുള്ളൊരു ഉള്ളിലൊരു സന്തോഷമായിരുന്നു. പായസം കുടിക്കാനല്ലോ റംബൂട്ടാൻ വെച്ച് എന്ന്. അപ്പൂസിന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പൂവിന് ഡ്രോയിങ് ക്ലാസ്സിന് പോകണം. ഡ്രോയിങ് ക്ലാസ് കഴിഞ്ഞ് വന്നതായിരുന്നു. ഇനി അവന് ചെണ്ടയ്ക്ക് പോകണം. അപ്പം അതിന് വേഗം അവൻ ഉണ്ടാക്കി തരുമായിരുന്നു. ഞാനാണെങ്കിൽ ആദ്യം നിന്ന് ചെത്തിയെടുത്ത് ഒരു പരുവായി കണ്ട. ഈ പാത്രത്തിൽ അത്രയും കിട്ടിയിട്ടോ. എന്നാലും അത്രയും ചെത്തിയെടുക്കാൻ ഇച്ചിരി പാടായിരുന്നു, കുറേ സമയം എടുത്തു. ഒരു പരുവായി. ഞാൻ എന്തായാലും എടുത്തെടുത്ത് ഇനി നമുക്ക് എന്തായാലും പായസം ഉണ്ടാക്കി വെക്കാം. നമുക്ക് നടക്കാം, അടുക്കളയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അത് നമ്മൾ പാനെടുത്ത് അടപ്പത്ത് വെച്ചു. നമ്മൾ അതിനകത്തോട്ട് കുറച്ച് നെയ്യിട്ടു. നമുക്ക് കാഷ്നട്ടും ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ പായസം ഉണ്ടാക്കണ അതേ സംഭവം തന്നെ. അപ്പോൾ നെയ്യൊക്കെ ചൂടായി നമ്മൾ അതിനകത്തേക്ക് കാഷ്നട്ട് ആദ്യം നമ്മൾ ഉണക്കമുന്തിരി ഇട്ടു വറുത്തെടുക്കണം. അപ്പം വറുക്കട്ടെ. എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടെ. ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ നമുക്കിങ്ങനെ ഇരിക്കുമ്പോൾ, എല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ എനിക്കൊരു പരീക്ഷണങ്ങളുള്ളതാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കും. ചിലതൊക്കെ സക്സസ് ആവും, ചിലതൊക്കെ ചീറ്റിപ്പോവും. ഇതെന്താവുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളത് മുന്തിരി ഓക്കെ ആയി. നമുക്കിനി കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്നട്ടിൻ്റെ അളവിൽ ഞാൻ കുറച്ചധികം എടുത്ത് വെച്ചതായിരുന്നു, പക്ഷേ കൊതിയന്മാരുള്ളത് കൊണ്ട് കാഷ്നട്ടൊക്കെ കുറഞ്ഞു പോയി. നമുക്ക് ആ കാഷ്നട്ട് ഏകദേശം പരുവായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതൊക്കെ കോരി മാറ്റി വെച്ചിട്ട് ആ പാനിലേക്ക് തന്നെ നമ്മുടെ റംബൂട്ടാൻ കട്ട് ചെയ്ത് വെച്ചാൽ റംബൂട്ടാനും കൂടി എടുത്ത് ഇളക്കി സെറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ റംബൂട്ടാൻ വെച്ച് ഇതൊക്കെ ചെയ്യുന്നു, മറ്റേ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ റംബൂട്ടാൻ. പക്ഷേ ഇട്ട് കഴിഞ്ഞ് ഇളക്കിയപ്പോൾ ഒരു സുഖം തോന്നുന്നില്ല, എന്തോ ഒരു നമുക്ക് നോക്കാം. അപ്പം നമ്മൾ നല്ലോണം ഇളക്കി കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നല്ലോണം ഇളക്കണം കേട്ടോ. അപ്പം ഞാൻ റംബൂട്ടാൻ നല്ല മധുരം ഉള്ളതുകൊണ്ട് ഒരുപാട് പഞ്ചസാര ഒന്നും ഇട്ടില്ല, എങ്കിലും കുറച്ച് പഞ്ചസാര ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പാല് കാച്ചി ഒരു പാത്രത്തിൽ വെച്ചേക്കാണ്. പിന്നെ ഏലക്കാപ്പൊടി വേണം. അപ്പോൾ ഏലക്കായൊക്കെ പൊടിച്ച് അടുത്ത് വെച്ചേക്കാം. അപ്പം നമുക്കതൊക്കെ ഇട്ട് പഞ്ചസാര ഞാൻ കുറച്ചായിട്ട് ഇട്ടിട്ടുള്ളൂ, മധുരം ഉണ്ടല്ലോ ഓൾറെഡി. അതുകൊണ്ട് ഞാൻ പഞ്ചസാര കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ദൈവമേ ചീറ്റി എങ്ങാനും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വേസ്റ്റ് ആവും. എന്തായാലും ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട്, നിങ്ങളെന്തായാലും കണ്ടു നോക്ക്. അങ്ങനെ നമ്മുടെ റംബൂട്ടാൻ്റെ എന്തൊക്കെയോ പോലെയായി വരണ്ടല്ലേ. അപ്പോൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അപ്പൂസ് അപ്പത്തേനും ചെണ്ടോട്ടിന് പോയി കേട്ടോ. ഇനിയിപ്പോൾ അവൻ വരുമ്പോഴത്തേക്കും നമുക്ക് റെഡിയാക്കി കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ പതുക്കെ നമുക്കിനി പാലും കൂടി ഒഴിക്കട്ടെ. ഞാൻ എന്താവും അറിയില്ലാത്തായിരുന്നു, കുറച്ച് പാൽ ഒഴിച്ചോളൂ. അപ്പോഴാണ് ഒരു സംഭവം അവിടെ നടന്നത്. പിന്നെ എന്താ ഉണ്ടായെന്നല്ലേ നോക്ക്. ഞാൻ ഇളക്കും തോറും പാല് പിരിഞ്ഞ് വരുമായിരുന്നു. അയ്യോ, എനിക്കെന്തോ പോലെയായി ഈശ്വര. ഇത് കണ്ടോ, പാല് പിരിഞ്ഞ് വന്നു. അപ്പം അതിനർത്ഥം പാല് കേടാന്നല്ല, പാല് നല്ല ഫ്രഷ് പാലായിരുന്നു, രാവിലെ മേടിച്ച പാലാണ്. പക്ഷേ എന്തൊക്കെയോ സംഭവിച്ചു. പിന്നെ എനിക്ക് ആകെ ദേഷ്യം വന്നു. അപ്പം ഞാൻ നോക്കാം, നമുക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാമെന്ന് ഓർത്ത് ആ കാഷ്നട്ടും മുന്തിരിയും എല്ലാം അതിനകത്തേക്ക് എടുത്തിട്ടു. എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്തു, എന്താവും എന്നറിയാലോ. പിന്നിട്ട് ഇതങ്ങ് വറ്റിച്ചെടുത്തു.
അപ്പം ആ റംബൂട്ടാൻ എനിക്ക് തോന്നുന്നു പുളിയും ഒക്കെ ഉള്ളത് കൊണ്ടാണോ ഇനി പാല് പിരിഞ്ഞു പോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്നാലും ഞാൻ ചുമ്മാ എന്തായാലും തുനിഞ്ഞിറക്കി നമുക്ക് നോക്കാമെന്ന് ഓർത്തോണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇതൊക്കെ അങ്ങോട്ട് വറ്റിച്ചെടുത്തു. പക്ഷെ ഞാൻ ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു രസമില്ല. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ. എനിക്കറിയാൻ പാടില്ലായിരുന്നു. ചേട്ടൻ തന്നെ അവിടെ ഇരുന്ന് ഭയങ്കര കളിയാക്കലായിരുന്നു. ആ ക്യാഷ്നട്ട് പോലും നീ കൊണ്ടുപോയി കളഞ്ഞല്ലോടി ഞാൻ ചേട്ടൻ ചോദിക്കണത്. കാരണം ക്യാഷ്നട്ട് പുതിയന്മാരായിരുന്നു അവരൊക്കെ. കണ്ടില്ലേ എൻ്റെ പായസം റെഡി ആയിട്ടിരിക്കുന്നു. ഞാൻ പിന്നെ അതിൽ നിന്ന് ക്യാഷ്നട്ടൊക്കെ പറക്കി തിന്നു കേട്ടോ. ആകെ ഒരു ചീറ്റിപ്പോയാരണേ, ആകെ ഒരു സങ്കടമായിരുന്നു. കാരണം അപ്പൂസ് വരുമ്പോൾ ഞാൻ ഇനി എന്ത് പറയും. സാരമില്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എല്ലാവർക്കും. ഞാൻ പിന്നെ അങ്ങനെയൊക്കെ ഓർത്ത് സമാധാനിച്ചു. എന്നാലും ഒരു വിഷമമുണ്ട്. പിന്നെ ഞാൻ ആ വിഷമം അങ്ങ് തീർക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് മിച്ചറൊക്കെ പൊട്ടിച്ചെടുത്ത് തിന്നു. സാരമില്ല നീ, നമുക്ക് ഇനിയും ചെയ്യാമല്ലോ. ഇങ്ങനെയൊക്കെ നടക്കും, സ്വാഭാവികമാണ്. നമ്മൾ എത്ര ചീറ്റിപ്പോയാലോ ഒരെണ്ണം സക്സസ് ആവണത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്നാലും ഓർക്കുമ്പോൾ ഒരു വിഷമം. അതൊക്കെ പോട്ടെ, സാരമില്ല. നമുക്കിനി അത് സക്സസ് ആക്കാം. പിന്നെ ഇനി ചീറ്റി പോകാത്ത പായസമായിട്ട് ഞാൻ വീണ്ടും വരും കേട്ടോ. അപ്പോൾ അതുവരേക്കും ബായ്. പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. സാറില്ല, ചീറ്റി പോയാലും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണേ. അപ്പം വീണ്ടും ടാറ്റാ.